ഉമേ, താങ്ക് യു സുരേഷ്. ഉമ റെസിഗ്നേഷൻ ലെറ്റർ കൊടുത്തോ? രാജിവെക്കാൻ പോകുന്നത് ഇപ്പൊ ഓഫീസിൽ പറഞ്ഞു കേട്ടു. എന്നോട് ഇതേക്കുറിച്ചൊന്നും പറഞ്ഞില്ലല്ലോ. എന്താ ഇപ്പോ പെട്ടെന്നിങ്ങനെ? നേരത്തെ തീരുമാനിച്ചതാ. അടുത്ത ആഴ്ച ചേട്ടൻ പുറത്തു വരും. ചേട്ടൻ വന്നാ ഞങ്ങൾ കേരളത്തിലേക്ക് പോകും. ഇത്ര പെട്ടെന്നോ? പെട്ടെന്നൊന്നുമല്ല. 5 വർഷമായി. 1 വർഷം പോലും അവർ ഇളവ് കൊടുത്തിട്ടില്ല. അതിനിപ്പോ നാട്ടിൽ പോയിട്ട് എന്തിനാ? ഇവിടെ നിന്നിട്ട് എന്തിനാ? കയ്യും കാലും ഇല്ലാത്ത ചേട്ടന് ആരെങ്കിലും ഒരു ജോലി കൊടുക്കോ? കൊടുത്താലും വേണ്ട. ഈ ജോലി ഇനി ചേട്ടൻ ചെയ്യണ്ട. मैम साहब, कोई आपसे मिलने आए हैं। कौन है? पता नहीं, बाहर वेट कर रही हैं। ഞാൻ പ്രതീക്ഷിച്ചു. നിങ്ങൾ വരുമെന്ന് എനിക്കറിയാമായിരുന്നു. ഉമ്മേ, ഞാൻ ചേട്ടനെ അറിയാം. മരിയ, ഞാൻ നിങ്ങളുടെ കാല് പിടിക്കാം. ദയവ് ചെയ്ത് എന്റെ ചേട്ടനെ വെറുതെ വിടൂ. നിങ്ങൾ ഇനി പോയി ചേട്ടനെ കാണരുത്. കണ്ട എല്ലാം കുഴപ്പമാവും. പ്ലീസ്. ഉമ്മേ, ഞാൻ ആരെയും ഉപദ്രവിക്കാൻ വന്നതല്ല. 5 വർഷം 5 വർഷം നിന്നെ പോലെ തന്നെ ഞാനും കാത്തിരുന്നത്. നീ ജോലി രാജിവെക്കാൻ പോകുന്നെന്നറിഞ്ഞു. തിരിച്ചു നാട്ടിൽ ചെന്നാൽ ജിക്ക് വെറുതെ ഇരിക്കാൻ നിനക്ക് തോന്നുന്നുണ്ടോ? വെറുതെ ഇരിക്കാൻ അദ്ദേഹത്തിന് കഴിയുമോ? ഉമ്മേ, ജിക്കയുടെ പേരിൽ ഞാനൊരു പത്രം രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. നമുക്കിവിടെ പുതിയൊരു പത്രം തുടങ്ങാം. ജിക്ക് ചീഫ് എഡിറ്റർ. പണമെല്ലാം ഞാൻ കരുതിയിട്ടുണ്ട്. ഒരു മോഹിനിയാട്ടം നടത്തുന്ന ലാഘവത്തിൽ അങ്ങ് പറഞ്ഞു കളഞ്ഞല്ലോ പത്രം തുടങ്ങാമെന്ന്. നിങ്ങൾക്ക് ഭ്രാന്താണ്. ഈ ഭ്രാന്തിന് കൂട്ടു നിൽക്കാൻ എന്നെയും ചേട്ടനെ വിളിക്കണ്ട. ചേട്ടനെ ഞാൻ ഒട്ടും വിട്ടുതരില്ല. എനിക്കറിയാം, കൊലയ്ക്ക് കൊടുത്തിട്ട് നീ പോകൂ. പഴയ വില്ലന്മാരൊക്കെ ഇവിടെ തന്നെ ഉണ്ടല്ലോ, കുറെ കൂടെ ബെറ്റർ കണ്ടീഷനിൽ. ഉമേ, നീ എന്ത് പറഞ്ഞാലും ഞാൻ ഈ പത്രം തുടങ്ങും. ജിക്ക് ആയിരിക്കും ചീഫ് എഡിറ്റർ. നീ അതിൽ വർക്ക് ചെയ്യും. അവൾ എന്റെ ചേട്ടനെ കൊല്ലും. ആര്? മരിയ ഫെർണാണ്ടസ്. नाम क्या है? विष्णु, नटराज विष्णु। व्हाट इज द चार्जशीट? 1 लाख रुपयों के लिए 6 आदमियों को एक साथ मार डाला। सचमुच तुमने किया? हाँ, मगर 1 लाख के लिए नहीं, 5 लाख के लिए। प्रोसिक्यूशन को गलती हो गया। വിഷ്ണു, आरे 6 പേരെ ഒറ്റയടിക്ക് കൊന്നവനാ സേലം വിഷ്ണു. പഴന്റെ മസിലുണ്ട. ഇവന്റെ ഒക്കെ മുമ്പിൽ നമ്മൾ വെറും ചോട്ടാ കള്ളന്മാര് ഇല്ലണ്ണ. जी के
ജി കൃഷ്ണമൂർത്തി. ആ അതെ. വണക്കണ്ണേ, ரொம்ப கேள்விப்பட்டிருக்கேன். ஐயோ அண்ணா வணக்கம். ம். நான் வந்து சித்திக்கு, இது அனந்தன், அப்பு. வணக்கம் அண்ணே. நம்ம 4 ஆளு இங்க வந்து ஓ चलो. ഇനി 30 ദിവസം, 34 ദിവസം തൂക്കം വരും. जीके, आपको मिलने के लिए कोई आई है? എന്നെ പ്രതീക്ഷിച്ചില്ല അല്ലേ? പ്രതീക്ഷിച്ചു. നിന്നെ മാത്രമേ പ്രതീക്ഷിച്ചുള്ളൂ. എന്തായത്? ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. നേരിൽ കാണുമ്പോ പറയാൻ കഴിഞ്ഞില്ലെങ്കിലോ? അതുകൊണ്ടെല്ലാം എഴുതി വച്ചു. ഇത് വന്നു. എനിക്കൊന്നും സംസാരിക്കാൻ കഴിയുന്നില്ല. റിലീസിന്റെ അന്ന് കൂട്ടിക്കൊണ്ടു പോകാൻ ഞാൻ വരും.